ഇന്ത്യയിലെ വഖഫ് സ്വത്തുകളുമായി ബന്ധപ്പെട്ട് നുണപ്രചരണങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് ഭേദഗതി ബില്ലുമായി സഹായിക്കുവാനാണ് സംഘപരിവാറിൻ്റെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഉപകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ വഖഫിനെ കുറിച്ചും ഇസ്ലാമിലെ വഖഫ് സ്വത്തുകളെക്കുറിച്ചും അതുപോലെ തന്നെ വഖഫ് നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ സാഹചര്യവും ചരിത്രവും പരിശോധിക്കാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഓരോ സാങ്കേതിക പദങ്ങളെയും ഭീകരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ജിഹാദിനെ കുറിച്ച് ആദ്യം ഭീകരവൽക്കരിച്ചു, അതുപോലെ തന്നെ ഖിലാഫത്തിനെ കുറിച്ച് ഭീകരവൽക്കരിച്ചു. അങ്ങനെ ഇസ്ലാമിൻ്റെ സാങ്കേതിക പദങ്ങളെക്കുറിച്ച് ദഅവത്തിനെ കുറിച്ച് ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഭീകരവൽക്കരിച്ചു. അതുപോലെ വഖഫ് എന്നുള്ള പദത്തെയും രാജ്യത്തിന് എന്തോ ഒരു ഭീകരമായ ഒന്നാണ് എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇസ്ലാമിലെ വഖഫ് സംവിധാനം തന്നെ എന്താണ് എന്ന് അറിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിലെ വഖഫ് എന്നുള്ള സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരു ഇസ്ലാം മത വിശ്വാസി അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് തൻ്റെ ഉടമസ്ഥതയിലുള്ള സമ്പത്ത് ദാനം ചെയ്യുന്നതിനെയാണ് വഖഫ് എന്ന് പറയുക. വളരെ ലളിതമായൊരു പ്രോസസ്സാണിത്. അപ്പോൾ ഈ വഖഫ് ഇപ്പോൾ ദാനം ചെയ്യുന്നതൊക്കെ വഖഫാണ് എങ്കിൽ, അപ്പോൾ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരുപാട് സമ്പന്നനായ ആളുകൾ ഒരുപാട് സ്വതക്കകൾ ചെയ്യാറുണ്ട്, ഒരു ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അതൊക്കെ ഈ വഖഫിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ? സാധാരണ ഒരു ദാനവും വഖഫും തമ്മിൽ വ്യത്യാസമുണ്ട്. വഖഫ് എന്ന് പറഞ്ഞുകൊണ്ട് ദാനം ചെയ്യുന്ന ആ വസ്തുവിനെ വിൽക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ അനന്തരാവകാശം എടുക്കാനോ സാധിക്കുകയില്ല. മറിച്ച് വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിൽ നിന്നുള്ള ആദായങ്ങളോ വരുമാനങ്ങളോ ഗുണങ്ങളോ ആണ് ആർക്കാണോ വഖഫ് ചെയ്യുന്നത് ആ വ്യക്തിയോ സ്ഥാപനമോ പള്ളിയോ ഉപയോഗപ്പെടുത്തുക. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് കൃത്യമായി മനസ്സിലാവും. ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിക്ക് ഒരു 50 സെന്റ് തെങ്ങിൻ തോപ്പ് വഖഫ് ചെയ്ത്, പള്ളി കമ്മിറ്റിക്ക് ഒരിക്കലും ആ തെങ്ങിൻ തോപ്പ് വിൽക്കുവാനുള്ള അധികാരമോ അനുവാദമോ ഉണ്ടാവുകയില്ല. മറിച്ച് അതിൽ നിന്നുള്ള വരുമാനം, തേങ്ങ വിറ്റോ മറ്റോ കിട്ടുന്ന വരുമാനമാണ് പള്ളി കമ്മിറ്റിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക. എന്നാൽ ഒരാൾ ഈ തെങ്ങിൻ തോപ്പ് 50 സെന്റ് തെങ്ങിൻ തോപ്പ് തന്നെ ദാനമായിട്ടാണ് പള്ളി കമ്മിറ്റിക്ക് നൽകുന്നതെങ്കിൽ, പള്ളി കമ്മിറ്റിക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങൾ പള്ളി വികസിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ആ തെങ്ങിൻ തോപ്പ് വിൽക്കുവാനുള്ള അനുവാദം കിട്ടും, അധികാരം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു വഖഫ് ചെയ്തപ്പെട്ടൊരു വസ്തു ആ വഖഫ് ചെയ്ത ആൾക്ക് തന്നെ അത് പിന്നീട് പിൻവലിക്കാനോ വിൽക്കുവാനോ അനന്തരമായി കൊടുക്കുവാനോ ദാനമായി കൊടുക്കാനോ ഒന്നും നൽകാതെ വഖഫ് എല്ലാ കാലവും ആ അടിസ്ഥാന വസ്തു നിലനിർത്തും. ഇതാണ് വഖഫും ദാനവും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോ വിവാദമായ കേരളത്തിൽ വിവാദമായ ഒന്നാണ് മുനമ്പം വഖഫ് ഭൂമി എന്ന് പറയുന്നത്. ഇതും ഈ ദാനവും വഖഫും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് വിവാദമാകാൻ കാരണം. സത്താർ സേട്ട് ഫാറൂഖ് കോളേജിന് ആ മുനമ്പത്തെ ഭൂമി ദാനമായിട്ടാണ് നൽകിയതെങ്കിൽ അത് തീർച്ചയായും ഫാറൂഖ് കോളേജിന് അവിടെ വികസനാവശ്യാർത്ഥം അവിടുത്തെ ഭൂമി വിൽക്കുകയോ കൈമാറുകയോ ചെയ്യാം. പക്ഷേ സത്താർ സേട്ട് നൽകിയ പ്രമാണത്തിൽ ഭൂമിയുടെ രേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് വഖഫ് ആയിട്ടാണ് ഫാറൂഖ് കോളേജ് നൽകുന്നത്. അതോടുകൂടി നിയമം മാറി. വഖഫ് ആയതുകൊണ്ട് അത് ലഭിച്ച ഫാറൂഖ് കോളേജിൽ വിൽക്കുവാനോ കൈമാറുവാനുള്ള യാതൊരു അവകാശം ഉണ്ടായിരിക്കില്ല. ഇനി വഖഫ് നൽകിയ സത്താർ സേട്ടിന്റെ കുടുംബത്തിലെ ഒരാൾക്കും ആ വഖഫ് പിൻവലിക്കാനും കഴിയില്ല. വഖഫിന്റെ ബേസ് എന്ന് പറഞ്ഞു വൺസ് എ വഖഫ് ഈസ് ഓൾവേസ് എ വഖഫ്. ഒരിക്കൽ ഒരു വസ്തു വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്കാലത്തേക്കും വഖഫായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് അത് വിൽക്കാനൊന്നും കഴിയില്ല, വിൽക്കാനോ കൈമാറാനോ ഒരു അനന്തരാവകാശമായി നൽകാനോ ഒന്നും കഴിയില്ല. അതിൽ നിന്നുള്ള വരുമാനം ആ വഖഫ് എന്തുദ്ദേശമുള്ള വഖഫ് ചെയ്ത് അത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ വഖഫിന്റെ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ ഉദാഹരണം ഇത് പള്ളി മദ്രസ പള്ളികൾക്കൊക്കെയാണല്ലോ വഖഫ് സാധാരണയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വഖഫ് സംവിധാനം പള്ളികൾക്ക് മാത്രം ഉള്ളതാണോ? പള്ളികൾക്ക് വേണ്ടി മാത്രമാണോ? നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ്. ഹിന്ദുക്കളുണ്ട്, ഇവിടെ മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനികളുണ്ട്. വഖഫിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്നാണ് മുസ്ലിങ്ങളുടെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് വഖഫ് എന്നുള്ളത്. അത് തെറ്റിദ്ധാരണയാണ്. തീർച്ചയായും വഖഫിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് മുസ്ലിം ശാക്തീകരണം തന്നെയാണ്. എന്നാൽ അത് മാത്രമല്ല, മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമുള്ള പ്രൊജക്ടുകൾക്ക് വഖഫ് നൽകാവുന്നതാണ്. ഇന്ത്യയിലെ വഖഫിനായി നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ 3 തരത്തിലുള്ള വഖഫ് കാണാം. ഒന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ദീനി സ്ഥാപനങ്ങൾക്ക് നൽകുന്ന വഖഫാണ്. നമുക്കൊക്കെ സുപരിചിതമാണ്. നമ്മുടെ നാട്ടിലെ പള്ളികൾക്ക്, മദ്രസകൾക്ക്, മതപാഠശാലകൾക്കൊക്കെ നൽകുന്ന വഖഫ്. ഇത് നമുക്ക് ദീനി വഖഫ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമതൊരു വഖഫ് ഉണ്ട്. അത് പ്രൈവറ്റ് വഖഫ് എന്നോ ഫാമിലി വഖഫ് എന്നോ ഒക്കെ പറയാവുന്നത്. അത് ഒരാള് തന്റെ മുഴുവൻ സ്വത്തും അനന്തരാവകാശമായി വിട്ടുകൊടുക്കാതെ
അതിൽ നിന്ന് ഒരു പ്രത്യേക പ്രോപ്പർട്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി വഖഫ് ചെയ്യും. അത് പലതരത്തിലാവാം. ഒരു പക്ഷേ അത് വലിയ വരുമാനമുള്ള ഒരു സ്വത്താവാം. അതുകൊണ്ട് അത് ഒരു പ്രത്യേകം ആളുകൾക്ക് മാത്രം കിട്ടണ്ട, അത് എല്ലാവർക്കും കിട്ടട്ടെ എന്ന ലക്ഷ്യമാർത്താവാം. ഇനി ചിലപ്പോൾ തന്റെ തന്നെ ഫാമിലി വരാനൊക്കെ സാധ്യതയുള്ള യത്തീമുകളും വിധവകളുമായ ആളുകൾക്കുള്ള വരുമാനം ആവട്ടെ എന്ന് പറഞ്ഞ് പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്തവരുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വഹാബികള് അവരുടെ കാലത്ത് അവരുടെ കുടുംബങ്ങളിലെ ദരിദ്രരായ ആളുകൾക്ക് വേണ്ടി ഈത്തപ്പനത്തോട്ടങ്ങളൊക്കെ വഖഫ് ചെയ്തിരുന്നു. ആ ഒരു മാതൃകയാണ് ഈ ഫാമിലി വഖഫിനുള്ളത്. അപ്പൊ അതും ഒരു വഖഫാണ്. ഇനി മൂന്നാമതൊരു വഖഫ് ഉണ്ട്, അതിനെ നമ്മൾ പബ്ലിക് വഖഫ് എന്നൊക്കെ പറയാവുന്നത്. ഇസ്ലാം നന്മ എന്ന് കരുതുന്ന ഏതൊരു കാര്യത്തിനും ഏതൊരു പ്രൊജക്റ്റിനും നൽകാവുന്ന ഒരു വഖഫ്. നമ്മൾ ഇപ്പൊ ഒരു നാട്ടിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും ഇല്ലാത്തവർക്കൊക്കെ ഉപകരിക്കുന്നത്. ആ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് വേണ്ടി ഒരാൾക്ക് സ്ഥലം വഖഫ് ചെയ്യാം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ ഉണ്ടാക്കി കൊടുക്കാം, അതിലെ ഡോക്ടർക്കും രോഗികൾക്കും ഒക്കെ ചെലവിനും മരുന്നിനും ആവശ്യമായ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കച്ചവട സ്ഥാപനങ്ങൾക്ക് വഖഫ് ചെയ്യാം. ഇങ്ങനെ ഒരു വഖഫും ഉണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ഒരു ബഹുസ്വര രാഷ്ട്രമായ ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അപ്പോൾ മൊത്തത്തിൽ എല്ലാ സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ജീവിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഹോസ്പിറ്റല്, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വഖഫ് ചെയ്യാം എന്നുള്ളതാണ്. അതെ അതെ. അങ്ങനെ വല്ലതും ഇന്ത്യ രാജ്യത്ത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും വഖഫ്? ഇന്ത്യയിൽ തന്നെ ഒട്ടേറെ വഖഫുകൾ ഇങ്ങനെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ഒരുപാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പിന്നെ വഖഫ് സ്വത്തിലാണ്. നമ്മൾ തന്നെ നേരത്തെ വിവാദമാണെന്ന് പറഞ്ഞ ഫാറൂഖ് കോളേജ്, ഈ ഫാറൂഖ് കോളേജിന് മുനമ്പം ഭൂമി വഖഫ് ചെയ്ത് സത്താർ സേട്ട്. ഈ ഫാറൂഖ് കോളേജ് പഠിക്കുന്നത് ആരാണ്? ഈ നാട്ടിലെ ഹിന്ദുക്കൾ. അതെ, ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഫാറൂഖ് കോളേജ് പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കുട്ടികൾക്ക് ആ മുനമ്പം വഖഫ് ഭൂമിയിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിൽ ഈ ഫാറൂഖ് കോളേജിന്റെ ലൈബ്രറി സ്ഥാപിക്കാനോ ലബോറട്ടറി സ്ഥാപിക്കാനോ പുതിയ ക്ലാസ് റൂം എടുക്കാനൊക്കെയാണ് ആ പണം ഉപയോഗിക്കുക. ആ ക്ലാസ് റൂമും ലബോറട്ടറിയും ലൈബ്രറിയും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളാണ്. ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായി കുടിവെള്ള പദ്ധതികളും. ഒരുപാട് കുടിവെള്ള പദ്ധതികൾ വഖഫ് ഭൂമിയിൽ കാണാൻ കഴിയും. കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന കുറെ കുടുംബങ്ങൾക്ക് ഒരു മുസ്ലിം വിശ്വാസപ്രകാരം സ്വന്തം ഭൂമിയിൽ കിണർ കുഴിച്ച് കുടിവെള്ള സൗകര്യം ഒരുക്കുന്നു. അത് ആ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്നത് ആരൊക്കെയാണ്, അവർക്കെല്ലാം അത് ഉപയോഗിക്കാം. ഇങ്ങനെ ഇസ്ലാമിക ലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വഖഫുകൾ ഇങ്ങനെ പബ്ലിക് വഖഫായി കാണാൻ കഴിയും. ഇന്ത്യയിൽ തന്നെ ചില വഖഫ് ബോർഡുകൾക്ക് കീഴിൽ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒക്കെ വഖഫ് അല്ലെ, ചാരിറ്റി പ്രവർത്തനം തന്നെ തുടങ്ങുന്നത് വഖഫ് സംവിധാനങ്ങളിലൂടെയാണ്. അതെ അതെ അതെ. ഇന്നിപ്പോ നമ്മള് ജനക്ഷേമ പ്രവർത്തനങ്ങള് ക്ഷേമ പദ്ധതികളൊക്കെ ഇന്ന് ലോകത്ത് നടത്തുന്ന ഏറ്റവും വലിയ ഏജൻസിയാണ് ഭരണകൂടമാണ്. അതെ അതെ. പണ്ട് കാലത്തും അങ്ങനെ തന്നെയാണ്. രാജാക്കന്മാർ ഭരിക്കലായാലും നാടുവാഴികളായാലും സുൽത്താൻമാരായാലും ഭരണകൂടമാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട ഹോസ്പിറ്റലുകൾ, റോഡുകൾ, പാലങ്ങള്, ലൈബ്രറികള്, സത്രങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഈ ഭരണകൂടങ്ങൾ മാത്രം ജനക്ഷേമം നടത്തുക, ജനക്ഷേമ പദ്ധതികൾ നടത്തുക എന്നൊരു സാമൂഹ്യ ഭാവനയെ പൊളിച്ചെഴുതിയ ഒരു ഇസ്ലാമിക സങ്കല്പം കൂടിയാണ് വഖഫ് എന്ന് പറയുന്നത്. ഒരേ സമയം ഭരണകൂടം ജനക്ഷേമ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ വ്യക്തിക്കും വ്യക്തികളുടെ കൂട്ടായ്മകൾക്കും ഇത് ചെയ്യാനൊരു അവസരം ഒരുക്കുകയാണ് ഇസ്ലാമിലെ വഖഫ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിച്ചാല് ഇസ്ലാമിക വഖഫിൽ നിന്നും അതിന്റെ മൂലധനമാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ കാണാൻ കഴിയും, വലിയ വലിയ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ കാണാൻ കഴിയും. ചില സ്ഥലങ്ങൾക്ക് റോഡുകളും പാലങ്ങളും നിർമ്മിച്ചത് തന്നെ ആളുകൾ ഇങ്ങനെ വഖഫായി കൊടുത്ത സ്വത്തിൽ നിന്നാണ് കാണാൻ കഴിയും. അപ്പൊ ഇത് ഇസ്ലാമിന്റെ വഖഫ് എന്ന് പറയുന്നത് ഭരണകൂടത്തിന് പുറമേ ഉള്ള നമുക്ക് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ NGO എന്നൊക്കെ പറയുന്ന രീതിയിൽ ഗവൺമെന്റേതര ക്ഷേമ പദ്ധതികളുടെ ലോകത്തിലൊരു തുടക്കം പോലും ഈ വഖഫാണെന്ന് കാണാൻ കഴിയും. ഇപ്പൊ തുർക്കി പിന്നെ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന ഒരു ഖിലാഫത്താണ് ഓട്ടോമൻ സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഉസ്മാനിയ ഖിലാഫത്ത്. ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ വഖഫിന്റെ വിശാലവും വലിയ പ്രൊജക്ടുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഗവൺമെന്റ് പദ്ധതികളുടെ സമാന്തരമായി പറയാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഹോസ്പിറ്റലുകളും ഒക്കെ നടത്തുന്ന സംവിധാനങ്ങളെ ഇതാണ് യൂറോപ്യന്മാർ കാണുന്നത്. കാരണം യൂറോപ്യന്മാർക്ക് പരിചയമുള്ള ജനക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് നടത്തുന്നത് മാത്രമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ അടക്കം വന്ന ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും എല്ലാം ഫ്യൂഡലിസം എന്നുള്ള കാലം ജന്മിത്തമാണ് നിൽക്കുന്നത്. സ്വത്ത് മുഴുവൻ ജന്മിയുടേതാണ് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെതാണ്. സാധാരണക്കാർക്ക് സ്വത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും
ജന്മിമാർ ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിലേക്ക് യൂറോപ്യന്മാർ വന്ന് നോക്കുമ്പോഴാണ് ഗവൺമെന്റ് അല്ലാതെ ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ. അപ്പോൾ അതാണ് പഠിച്ചു നോക്കുമ്പോൾ വഖഫ് പ്രോപ്പർട്ടിയിൽ നിന്നാണ് നടത്തുന്നത് അവർക്ക് മനസ്സിലായി. ഇത് മാതൃകയാക്കിയിട്ടാണ് ഇന്ന് നാം ഇന്ത്യയിലും കേരളത്തിലും ലോകത്തും ഒക്കെ കാണുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി ആക്ടുകളൊക്കെ വന്ന് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് പിന്നീട് ലോകത്ത് ഗവൺമെന്റേതര NGO-കളായും ചാരിറ്റബിൾ ട്രസ്റ്റുകളായും മാറിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വഖഫ് ഈ ലോകത്തിന് തന്നെ ഗവൺമെന്റേതര ജനക്ഷേമ പദ്ധതികളുടെ ഒരു വലിയ വാതിൽ തുറന്നു കൊടുത്ത ഒരു ഇസ്ലാം നൽകിയ ഒരു ക്ഷേമ പദ്ധതിയാണെന്ന് കാണാൻ കഴിയും. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരുപാട് നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ആ നുണപ്രചരണങ്ങളിൽ വളരെ കൗതുകമുള്ള ഒരു നുണയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വഖഫ് സ്വത്തും ഡൽഹി സുൽത്താൻമാരും അതുപോലെ തന്നെ മുഗൾ ഭരണാധികാരികളും പതിച്ചു നൽകിയതാണ്. ഇന്ത്യയുടെ ഭൂമി തന്നെ പതിച്ചു നൽകിയത് വഖഫ് സ്വത്താക്കിയതാണ് എന്നുള്ള ഒരു നുണപ്രചരണം സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നടന്നു. അതെ 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 അതിന്റെ യാഥാർത്ഥ്യം സംഘപരിവാർ ശക്തികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പ്രചാരണങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ വഖഫ് സ്വത്തുകളിൽ ബഹുഭൂരിപക്ഷവും ഡൽഹി സുൽത്താൻമാരും മുഗളന്മാരും നൽകിയതാണെന്നത്. യഥാർത്ഥത്തിൽ ഇത് തെറ്റിദ്ധാരണവും വ്യാജ പ്രചാരണവുമാണെന്ന് പറയാം. ഇന്ത്യയിലെ വളരെ സാധാരണക്കാരും അതുപോലെ അതിസമ്പന്നരുമായ ഒട്ടേറെ വ്യക്തികൾ നൽകിയ വഖഫ് പ്രോപ്പർട്ടികളാണ് ഈ സുൽത്താൻമാരും മുഗളന്മാരും നൽകിയതിനേക്കാൾ ഇന്ത്യയിൽ ഉള്ളത് എന്നാണ്. മുഗളന്മാരും ഡൽഹി സുൽത്താൻമാരും ഒക്കെ വഖഫ് ചെയ്തിട്ടുണ്ട്. അവർ നൽകിയ വഖഫ് സ്വത്തുകൾ ഉണ്ടല്ലോ. അപ്പോൾ സാധാരണക്കാർ നൽകിയ വഖഫ് സ്വത്തുകളെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ മുഗൾ രാജവംശം അതുപോലെ തന്നെ ഈ ഡൽഹി സുൽത്താൻമാരൊക്കെ നൽകിയ വഖഫ് സ്വത്ത് അത് യഥാർത്ഥത്തിൽ രാജ്യത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള, രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള സ്വത്തുകളല്ലേ? രണ്ടു തരം വഖഫ് സ്വത്തുകൾ കാണാൻ കഴിയും. ഒന്ന് മുഗളന്മാരൊക്കെ തീർച്ചയായിട്ടും ചില പള്ളികൾക്ക് വഖഫ് സ്വത്തുക്കൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂഫി ഗാൻ അങ്ങനത്തെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്ന ഈദ്ഗാഹ് മൈതാനങ്ങൾ, ഉത്തരേന്ത്യയിലുള്ള ഈദ്ഗാഹ് മൈതാനങ്ങൾക്കൊക്കെ ഭൂമി മുഗളന്മാർ നൽകിയിട്ടുണ്ട്. മുഗളന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അവർ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾക്കും അവർ സംഭാവനകളും ഇതുപോലെ ഭൂമികളും നൽകിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അവർ മുസ്ലിങ്ങൾക്കും നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയിൽ വിവിധ രാജവംശങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഹിന്ദു രാജവംശങ്ങളാണ്. ഹിന്ദു രാജവംശങ്ങള് അവരുടെ ആരാധനാലയങ്ങളായ ക്ഷേത്രങ്ങൾക്കും മറ്റു ആരാധനകൾക്കും ധാരാളം ഭൂമി പതിച്ചു നൽകി നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇവിടെ ക്രിസ്ത്യൻ ഭരണകൂടം ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഒരു 190 വർഷം ക്രിസ്ത്യാനികളോട് ഭരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ കുറിച്ച് പറയാറുണ്ട്. ബ്രിട്ടീഷുകാര് ക്രിസ്ത്യാനികൾക്ക് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ ഭൂമി പതിച്ചു നൽകിയിരുന്നു എന്നുള്ളത്. അതില് നമ്മൾ പ്രധാനമായിട്ട് ചർച്ചയിൽ മനസ്സിലാക്കേണ്ടത് മുഗൾ ഭരണകൂടവും ബ്രിട്ടീഷ് ഭരണകൂടം തമ്മിലും ഒട്ടേറെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. മുഗളന്മാരും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നവരാണെങ്കിലും ഇങ്ങോട്ട് വന്ന ശേഷം അവർ ഇവിടെ തന്നെ ജീവിച്ച് ഇവിടുത്തെ ജനങ്ങളെ പൗരന്മാരായി കണ്ട് ഇവിടുത്തെ പൗരന്മാരുടെ വികസന ആവശ്യങ്ങൾക്ക് വ്യത്യസ്ത പദ്ധതികൾ ഉണ്ടാക്കി ഇവിടെ തന്നെ ജീവിച്ച് മരിച്ചവരാണ്. അഥവാ അവർ വന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ല, വന്ന സ്ഥലത്തേക്ക് തിരിച്ചും പോയില്ല. ഒരു സ്വത്തും വിദേശത്തേക്ക് കടത്തുക എന്നൊരു പരിപാടി, അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് കടത്തി കൊണ്ടുപോവുക, വിഭവങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മുഗൾ ഭരണകൂടത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് മുഴുവൻ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന ഒന്നാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ നേരെ തിരിച്ചായിരുന്നു. അവർ ഇന്ത്യയിലേക്ക് വന്നത് തന്നെ ഇവിടുന്ന് പരമാവധി വിഭവങ്ങൾ ചൂഷണം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നു. നമ്മൾ തന്നെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ വിപ്ലവത്തിന്, വ്യവസായിക വിപ്ലവത്തിന് മൂലധനമായി ഉപയോഗിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയ വിഭവങ്ങളാണെന്ന്. പക്ഷെ അങ്ങനെ ഒന്നും മുഗളന്മാർക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമത് മുഗൾ ഭരണകൂടവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള വ്യത്യാസം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന സന്ദർഭങ്ങളെല്ലാം അവരുടെ കൂടെ മിഷണറി പ്രവർത്തകരുണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്ന് വിഭവങ്ങൾ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ അവിടെ നിന്ന് ക്രിസ്തു മതവും യൂറോപ്യൻ ജ്ഞാനശാസ്ത്രവും വീക്ഷണങ്ങളും ഒക്കെ ഇവിടെ പഠിപ്പിക്കുക, ഇവിടെ പ്രചരിപ്പിക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യമായിരുന്നു. അപ്പൊ ഇങ്ങനെ കടന്നു വന്ന മിഷണറിമാർക്ക് ഇന്ത്യയിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, പള്ളികൾ ഉണ്ടാക്കാൻ, അവിടെ ചർച്ചകൾ ഉണ്ടാക്കാൻ, അതുപോലെ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കാൻ, മറ്റേ സ്കൂളുകൾ, പള്ളിക്കൂടം എന്ന പേര് തന്നെ, പള്ളിയുടെ ഒപ്പം ഉണ്ടാകുന്ന പള്ളിക്കൂടം, ഇത് രണ്ടും ഉണ്ടാക്കാൻ യഥേഷ്ടം ഭൂമി ബ്രിട്ടീഷുകാർ പതിച്ചു നൽകുകയാണ് ചെയ്തത്. ഇനി ഇവിടെ ബ്രിട്ടീഷുകാർ കടന്നു വരുമ്പോഴും ക്രിസ്ത്യൻ സഭകളും വിശ്വാസികളും ഉണ്ടായിരുന്നു. അവരെയും കൂടെ നിർത്താൻ വേണ്ടി അവർക്കും യഥേഷ്ടം ഭൂമി അവർ പതിച്ചു നൽകി. ഇതൊക്കെ ചരിത്രത്തിൽ ഉള്ള ഒന്നാണ്, നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മുഗളന്മാർക്ക് ഒരിക്കലും ഇങ്ങനെ മതപരമായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല.
ഒന്ന് മുഗളന്മാരുടെ ജീവിതം തന്നെ അങ്ങനെ ഒരു പൂർണ്ണ മതകീയമായിരുന്നില്ല. അവരിവിടെ ലയിച്ച് ഇവിടുത്തെ സംസ്കാരങ്ങളും ഒക്കെ ചേർന്നിട്ടായിരുന്നു ജീവിച്ചത്. ഹിന്ദു രാജകുമാരിമാർ ഒരുപാട് വിവാഹം ചെയ്ത മുഗൾ ചക്രവർത്തിമാരൊക്കെ നമുക്ക് അതിൽ കാണാൻ കഴിയും. ഹിന്ദു മുസ്ലിം സംസ്കാരം മിശ്രിതമായ ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കിയ മുഗൾ രാജാക്കന്മാർ വരെ അതിന്റെ അകത്തുണ്ട്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഇസ്ലാം മത പ്രചാരണം ലക്ഷ്യമായിരുന്നു. ഇപ്പൊ അങ്ങനെ ലക്ഷ്യമായിരുന്നെങ്കിൽ 8 നൂറ്റാണ്ട് ഇന്ത്യ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് കാണുന്ന മുസ്ലിം ജനസംഖ്യ അല്ല ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടാവേണ്ടത്. അവർ മതപരമായ പ്രചാരണം നടത്തിയിരുന്നെങ്കിൽ അവർക്കത് ലക്ഷ്യമേ ആയിരുന്നില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും 190 വർഷം കൊണ്ട് ബ്രിട്ടീഷുകാര് വ്യത്യസ്ത ക്രിസ്ത്യൻ സഭകൾക്കും ആരാധനകൾക്കുമായി 20 ലക്ഷത്തിലധികം ഏക്കർ ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ മുഗളന്മാർ അതിന്റെ 10-1 പോലും, മുഗളന്മാർ 8 നൂറ്റാണ്ട് ഭരിച്ചിട്ട് പോലും മുഗളന്മാർ അതിന്റെ 10-1 ഭൂമി പോലും മുസ്ലിം ആവശ്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംഘപരിവാർ ടീം അത്തരം ആളുകൾ ഈ നുണപ്രചരണങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമാണ് ഇന്ത്യ പാക് വിഭജന സന്ദർഭത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുണ്ടല്ലോ, അവിടെ കുറെ സ്വത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. ആ സ്വത്തെല്ലാം കൂടിയാണ് വഖഫ് സ്വത്താക്കി മാറ്റിയത്. അങ്ങനെയാണ് വഖഫ് സ്വത്ത് ഇത്ര അധികമായത് എന്നുള്ളൊരു ആരോപണം നടത്തുന്നത്. ഈ സംഘപരിവാറിന്റെ പ്രത്യേകത സാധാരണക്കാർക്ക് പെട്ടെന്ന് വായിച്ചാൽ ശരിയെന്ന് തോന്നിപ്പോകുന്നതാണ് പലരും അവർ വ്യാജ പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കുക. ഇപ്പോൾ ഇന്ത്യ പാക് വിഭജന ചരിത്രം പറയുമ്പോൾ ശരിയാണ്, 1947 ഇന്ത്യ പാക് വിഭജനം നടന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് സ്വത്ത് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. അവരിൽ അധികം പേരും അതിസമ്പന്നരായ ആളുകളാണ്. അവർ അവരുടെ പരമാവധി സ്വത്ത് പാകിസ്ഥാനിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൊണ്ടുപോയാലും ഒരിക്കലും ഇവിടുന്ന് കൊണ്ടുപോകാത്ത 2 സ്വത്തെങ്കിലും ഉണ്ട്. ഒന്ന് അവരുടെ ഭൂമി, അവരുടെ വില പിടിച്ച വീടുകള്, കച്ചവട സ്ഥാപനങ്ങൾ. അപ്പൊ സ്വാഭാവികം ആലോചിക്കുമ്പോൾ ഇത് മുസ്ലിങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും എന്നാണ് അവർ തീർച്ചയായിട്ടും സാധാരണക്കാർ പ്രതീക്ഷിക്കുക. എന്നാൽ ചരിത്രത്തിൽ ഇതല്ല സംഭവിച്ചത്. ചരിത്രം അതിൽ വ്യക്തമായിട്ട് അതിൽ ക്ലിയർ ആയിട്ട് തന്നെ മറുപടി നമുക്ക് കാണാൻ കഴിയും. അത് ഇങ്ങനെ ഇന്ത്യ പാക് വിഭജന സന്ദർഭത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ ഇവിടെ ഉപേക്ഷിച്ച സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്ന ചർച്ച ഇന്ത്യൻ പാർലമെന്റിൽ അക്കാലത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ചർച്ച നടന്നു മാത്രമല്ല, പാർലമെന്റ് അതിനൊരു നിയമം പാസ്സാക്കുന്നുണ്ട്. അതാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇവാക്യൂ ആക്ട് 1950. ആ നിയമം പറയുന്നത് എന്താ വെച്ചാല്, ഇങ്ങനെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സ്വത്ത് സർക്കാർ കണ്ടെടുക്കും, സർക്കാർ കണ്ടുകെട്ടും. അതിനു വേണ്ടി മാത്രം ഒരു ഓഫീസ് സംവിധാനം ഉണ്ടാക്കി, കസ്റ്റോഡിയൻ ഓഫ് ഇവാക്യൂ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫീസ് സംവിധാനം ഉണ്ടാക്കി. ഇതിലെ ഓഫീസർമാരുടെ പണി ഇങ്ങനെ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സ്വത്ത് കണ്ടെത്തുകയും രേഖപ്പെടുത്തുകയും അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്യാണ്. എന്നിട്ട് ഇങ്ങനെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്നതിനും ആ ഇവാക്യൂ ആക്ടിൽ നിയമം ഉണ്ടായിരുന്നു. മൂന്ന് കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ചരിത്രത്തിൽ നടന്നിട്ടുള്ളത്. അതിലൊന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം, വിഭജന സന്ദർഭത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ധാരാളം ഹിന്ദുക്കളും സിഖുകാരും വന്നിരുന്നു. സ്വാഭാവികമായി അവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് താമസിക്കാൻ വീടില്ല, അവിടെ ഭൂമിയിൽ ഒന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ മുസ്ലിങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമിയും വീടും ഇങ്ങനെ വന്ന പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും നിയമപരമായി പതിച്ചു നൽകുകയാണ് സർക്കാർ ചെയ്തത്. ഇതാണ് അതിന്റെ ഒന്നാമത് ചെയ്തിട്ടുള്ളത്. ഇതുപോലും ആളുകൾക്ക് അറിയില്ല. ആ ഒരു കാര്യത്തെയാണ് ഈ രീതിയിൽ അതെ അതായത് മുസ്ലിങ്ങളുടെ സ്വത്ത് എടുത്ത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൽ അസ്വാഭാവികമില്ല, സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ എന്നിട്ടാണ് നേർവിരുദ്ധ നടക്കുന്നത്. ഇനി ഈ സമ്പത്ത് രണ്ടാമത് ഉപയോഗിച്ചത് അന്ന് ഇന്ത്യൻ സർക്കാരിന്റെ വിവിധ പദ്ധതി, പുതിയൊരു സർക്കാർ സ്വന്തം കിട്ടി സർക്കാർ തുടങ്ങണം. അപ്പൊ വിവിധ പദ്ധതികൾക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളാക്കി മാറ്റി. കാരണം ഇന്ത്യയുടെ കണ്ണായ സ്ഥലങ്ങളിൽ, ഡൽഹി അടക്കമുള്ള കണ്ണായ സ്ഥലങ്ങളിൽ ഇങ്ങനെ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇന്ത്യയുടെ തന്നെ വിവിധ സർക്കാർ ഓഫീസുകളാക്കി മാറ്റി. ചിലത് ലേലത്തിൽ വെച്ച് സർക്കാർ വിറ്റിട്ട് ആ കിട്ടിയ പണം സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും വിവിധ സർക്കാർ പദ്ധതികൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഒറ്റപ്പെട്ട ചില കേസുകളുണ്ട്. അതെന്താ വെച്ചാൽ, അതായത് ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ ചില ബന്ധുക്കൾ ഇന്ത്യയിൽ അവശേഷിച്ചിരുന്നു. അവർ സ്വാഭാവികമായും ഈ സമ്പത്തിൽ, ഈ സ്വത്തില് അവകാശവാദം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചു. അപ്പൊ ഈ കേസിൽ എന്ത് ചെയ്യണമെന്നും ഈ പ്രോപ്പർട്ടി ആക്ട് നിയമം ഉണ്ടായിരുന്നു. കോടതി എന്താണോ ആ വിഷയത്തിൽ വിധി പറയുന്നത് അതനുസരിച്ച് ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ. അപ്പൊ ചില കേസുകളിലൊക്കെ അതിന്റെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞു, മറ്റു ചിലത് സർക്കാർ ലയിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് ചരിത്രം. ഈ ചരിത്രത്തെയാണ് മറികടക്കുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യൻ നിയമം അനുസരിച്ച് തന്നെ വിഭജനകാലത്ത് മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചു പോയ ഒരു പ്രോപ്പർട്ടിയും വഖഫ് സ്വത്താക്കാൻ അനുവദിച്ചിട്ടില്ല. ഇനി 2, ഇസ്ലാമിനൊരു വഖഫ് സങ്കല്പം ഉണ്ടല്ലോ, അത് ഇങ്ങനത്തെ കലാപ സന്ദർഭങ്ങളിലോ മറ്റു സാമൂഹിക പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇട്ടേച്ചു പോകുന്ന സ്വത്തുക്കളൊക്കെ വഖഫായി പ്രഖ്യാപിക്കാൻ അനുവദിക്കുന്നില്ല. വഖഫ് എന്ന് പറയുന്നത് ആ സ്വത്തിന്റെ യഥാർത്ഥ ഉടമ, ഓണർഷിപ്പുള്ള വ്യക്തി
ഞാനിത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് ഇന്ന ആവശ്യത്തിന് വഖഫ് ചെയ്യുന്നു എന്ന് രേഖാമൂലമോ വാക്കുമൂലമോ പറഞ്ഞാലേ അത് വഖഫാവുകയുള്ളൂ. അപ്പൊ ഇസ്ലാമിക നിയമം അനുസരിച്ച് പോലും ഇങ്ങനെ വിഭജന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ ഇട്ടിച്ചു പോയ സ്വത്ത് വഖഫാക്കാൻ കഴിയുകയില്ല എന്നാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെയാണ് എത്ര മാരകമായ രീതിയിലാണ് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതെ അതെ. ഒരിക്കലും മുസ്ലിങ്ങളുടെ അന്നത്തെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് പോലുമില്ല എന്ന് പറയാം. മറ്റുള്ള മതസ്ഥർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ആ സ്വത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ആരോപണം നടത്തുന്നത് ഇന്ത്യ പാക് വിഭജന സന്ദർഭത്തിൽ വിട്ടേച്ചു പോയ ഭൂമിയൊക്കെ വഖഫ് സ്വത്താക്കി മാറ്റി എന്നുള്ളതാണ്. ഈ ആരോപണത്തെയാണ് നമ്മൾ അതെ അതെ. നിലവില് BJP സർക്കാർ ഒരു വഖഫ് അമെൻമെന്റ് ആക്ട് നടപ്പാക്കാൻ ഉദ്ദേശിച്ച് പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു അനുകൂല സാഹചര്യം ഒരുക്കാൻ വേണ്ടി വഖഫ് എന്ന് പറയുന്നത് പൈശാചികവൽക്കരിച്ചാല് അത് മുസ്ലിങ്ങളുടെ മാത്രം, മുസ്ലിങ്ങൾക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണകൂടങ്ങൾ നൽകിയ എന്തോ ഒരു പ്രീണനം, ഒരു അധിക അവകാശമാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. അതിലൊരു വ്യാജ പ്രചാരണം മാത്രമാണ്. ഈ നുണകൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു ആശയമായതുകൊണ്ട് തന്നെ സംഘപരിവാർ ഈ വ്യാജ പ്രചരണങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വ്യാജ പ്രചരണങ്ങളാണ്. അതിലിപ്പോ വേറൊരു പുതിയ ഒരു ആരോപണം വന്നിട്ടുള്ളത്, ആരോപണമല്ല, അതുകൊണ്ട് അതൊരു ഈ വഖഫ് സ്വത്ത് പറഞ്ഞാൽ രാജ്യത്തിന് എന്തൊക്കെയോ പ്രയാസം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഭീകരമായ ഒന്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആർമിക്കും അതുപോലെ തന്നെ റെയിൽവേക്കും ആണ് ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് ഉള്ളത് ഇന്ത്യയിൽ. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് ഉള്ളത് വഖഫ് ബോർഡിനാണ് എന്നും അത് ഇന്ത്യ രാജ്യത്തിന് വലിയ അപകടം ഉണ്ടാക്കും, ഒരു സമുദായത്തിന് മാത്രം ഇത്രയേറെ വഖഫ് സ്വത്തും. ഞാൻ ചോദിക്കുന്നത്, ഈ മറ്റുള്ള മതങ്ങളും ഒക്കെ ഒരുപാട് ആരാധനാലയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ആരാധനാലയങ്ങളൊക്കെ ഇതേപോലെ വ്യക്തികളുടെ ഭൂമിയിലാണോ നിലനിൽക്കുന്നത്? ഈ വഖഫ് ഇതുപോലെയുള്ള ദാനം ചെയ്തിട്ടുള്ള ഭൂമികളിലും ഒക്കെ ആണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം കാണിക്കാൻ കാരണം എന്താണ്? അല്ലെ, പിന്നെ രണ്ട് കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് വെച്ചാല് ഇന്ത്യയിൽ 2011 സെൻസസ് അനുസരിച്ചിട്ട് 80% ഹിന്ദു മതവിശ്വാസികളാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഹിന്ദു മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളായ ക്ഷേത്രങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പൊ ഹിന്ദു മതം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ചരിത്രപരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ലാത്തവരൊക്കെ ഹൈന്ദവരായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്തത്. അത് പിന്നീട് നമ്മൾ സെൻസസിലേക്ക് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിന്ന് ഹിന്ദു സമൂഹം എന്ന് പറയുന്നതിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്, പരസ്പര വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നൊന്നിനെ റദ്ദ് ചെയ്യുന്ന ആശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പുറത്ത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും നിർത്തി അല്ലാത്തവരെല്ലാവരും ഹിന്ദുക്കൾ എന്നാണ് നമ്മുടെ സെൻസസ് കണക്കാക്കിയത്. ഏതായാലും സെൻസസിന്റെ ഒരു കണക്കനുസരിച്ചിട്ട് 80% ഹിന്ദുക്കളുണ്ട്. ഇന്ത്യയിലെ ഈ വിവിധ തരത്തിലുള്ള ഈ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ ലക്ഷക്കണക്കിന് വരും. ഈ ലക്ഷക്കണക്കിന് ആരാധനാലയങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമി ഞാൻ മനസ്സിലാക്കുന്നു 50 ലക്ഷം ഏക്കർ ഭൂമിയുടെ മുകളിലുണ്ടാവും. ഒരുപക്ഷെ 1 കോടി ഏക്കർ വരെ ഉണ്ടാവും. അതിലൊരു അസ്വാഭാവികതയില്ല, നമുക്ക് അതിൽ എന്തൊരു ആശങ്ക ഉണ്ടാവേണ്ടതില്ല. കാരണം 80% വരുന്ന ഹൈന്ദവ വിശ്വാസികളാണ്, അവർക്ക് ലക്ഷക്കണക്കിന് ആരാധനാലയങ്ങളുണ്ട്, അതിന്റെ പേരിൽ അത്രയും ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കും. അതിന് മറ്റു കമ്മ്യൂണിറ്റികൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒന്ന് ചിത്രത്തിൽ വരുന്നില്ല? അതാണ് പറയുന്നത്, ഇത്രയേറെ ആരാധനാലയങ്ങളുണ്ട്, എന്നിട്ടും അതുപോലെ തന്നെ ഇത്രയേറെ ഭൂമി, നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്തത്ര ഭൂമിയും അവരുടെ കൈകളിലുണ്ട്. എന്നിട്ട് പക്ഷെ വഖഫ് സ്വത്തിന്റെ ഭൂമിയാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അതിലൊരു ഭീകരവൽക്കരണം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ ഇവരുടെ സ്വത്ത് ഇങ്ങനെ കണക്കാക്കി വെക്കാൻ കഴിയാത്തത്, രേഖയിൽ ഇല്ലാത്തത് എന്താണ്? അതിന്റെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയില് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുകൾ കണക്കാക്കുന്ന, അത് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് നമ്മൾ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞത്. അത്തരമൊരു ഏജൻസി മറ്റു മതവിഭാഗങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, 1 കോടി ഏക്കർ വരെ ഹിന്ദു മതവിശ്വാസികളുടെ ക്ഷേത്രങ്ങൾക്കും ആരാധനകൾക്കും മഠങ്ങൾക്കുമായിട്ടൊക്കെ ഇന്ത്യയിൽ ഉടനീളമായി ഉണ്ടാവാം. പക്ഷെ അതൊന്നും ഒരു പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ഒരു ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ പോലും ഏകീകരിച്ച് രജിസ്റ്റർ ചെയ്യുകയോ കണക്ക് നോക്കുകയോ ചെയ്യുന്നില്ല. ഓരോ ക്ഷേത്രവും ആ ക്ഷേത്രത്തിന്റെ പ്രാദേശിക ട്രസ്റ്റിൽ മാത്രമാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത്. അതെങ്ങാനും സംസ്ഥാന തലത്തിലും ദേശീയ അടിസ്ഥാനത്തിലും ഏകീകരിച്ച് വഖഫ് ബോർഡ് മോഡൽ കണക്കെടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കോടി ഏക്കർ ഭൂമിക്ക് വരും. പോട്ടെ, അത് പിന്നെ ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദു സമൂഹത്തിന്റെ ഒരു സ്വത്താണെന്ന് നമുക്ക് പറയാം, അത്രയും ഉണ്ടാവാൻ സ്വാഭാവികമാണ്. നമ്മൾ ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2011 സെൻസസ് അനുസരിച്ച് വെറും 2.5% മാത്രമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ 14% എന്നാൽ 14% മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളുടെ കീഴിലുള്ള ഭൂമിയേക്കാൾ അതിന്റെ 3 മടങ്ങ് ഭൂമി വരെ
യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സഭകളുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം മൂല്യമുള്ള സ്വത്തുള്ള മത ഏജൻസി ഒരു മത സ്ഥാപനം ആരാണെന്ന് വെച്ചാൽ കത്തോലിക്ക സഭയാണ്. ഇതൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയ ചരിത്രം. പക്ഷെ കത്തോലിക്ക സഭയുടെ ഇന്ത്യയിലുള്ള മൊത്തം ആസ്തി എത്രയാണെന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന തലത്തിലോ ദേശീയ അടിസ്ഥാനത്തിലോ വഖഫ് ബോർഡ് പോലെ കണക്കെടുക്കുകയും രജിസ്റ്റർ ചെയ്യുകയും ഏകീകരിപ്പിക്കുകയും ചെയ്യുന്ന വേദി ഇവർക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തന്നെ പല പഠനങ്ങളുടെയും കണക്കനുസരിച്ച് നോക്കുമ്പോൾ രണ്ടു തരം കണക്ക് നമുക്ക് കാണാം. ഇപ്പം ഉദാഹരണം CNI, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, ഈ നോർത്ത് ഇന്ത്യയിലെ ചർച്ചകൾക്ക് മാത്രം, അതുപോലെ തന്നെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഉണ്ട്, CSI എന്ന് പറയുന്നത്. ഈ രണ്ട് ചർച്ചകൾക്ക് കീഴിലും മാത്രം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമി 20 ലക്ഷത്തിനും 25 ലക്ഷം ഏക്കർക്കിടയിൽ ഉണ്ടായിരിക്കുമെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. ഇതൊരു പ്രത്യേകമായി രേഖപ്പെടുത്തുന്ന സംഗതി, ഇങ്ങനെ ക്രിസ്ത്യൻ സഭകളുടെ കൈവശമുള്ള ഭൂമികളിൽ 90% ഭൂമിയും ബ്രിട്ടീഷ് ഭരണകാലത്ത് മിഷണറി ആവശ്യാർത്ഥം, അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളെ അടുപ്പിച്ചു നിർത്തുന്ന ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ എഴുതി കൊടുത്തതാണ്. പല റോയൽ ലാൻഡ്സ് എന്ന പേരില്, ക്രൗൺ ലാൻഡ്സ് എന്നൊക്കെ പേരില് ബ്രിട്ടീഷുകാർ ദാനം ചെയ്ത ഭൂമികളാണ്. രാജ്യത്തിന്റെ ഭൂമി തന്നെ അന്ന് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണകൂടത്തിന്റെ കീഴിലുള്ള ഭൂമി, ഈ ഭൂമി അവരെടുത്ത് ഇവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ക്രിസ്ത്യൻ മിഷണറികൾക്കും ക്രിസ്ത്യൻ മത പ്രചരണത്തിനും വേണ്ടി വളരെ പരസ്യമായി തന്നെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി 25 ലക്ഷം ഏക്കർ ഭൂമിയൊക്കെ കൊടുത്ത ബ്രിട്ടീഷ് ഭരണകൂടത്തെ നമ്മൾ രേഖപ്പെടുത്താറുള്ളത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടം എന്നാണ്. ഒരിക്കലും ക്രിസ്ത്യൻ ഭരണകാലഘട്ടം എന്ന് നമ്മൾ പറയാറില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മതത്തോട് അത്രയൊന്നും പ്രതിപത്തി ഇല്ലാതിരുന്ന മുഗൾ ഭരണകാലത്തെയും സുൽത്താൻമാരുടെ കാലഘട്ടത്തെയും നമ്മൾ പറയല് ഇസ്ലാമിക ഭരണകാലഘട്ടം എന്നാണ്. ഇത് ചരിത്രം എഴുതിയത് പ്രചരിപ്പിച്ചതും ബ്രിട്ടീഷുകാരായതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ ആർമിയേക്കാളും ഇന്ത്യൻ റെയിൽവേയേക്കാളും ഏറ്റവും സ്വത്തുള്ള ഒരു ഏജൻസിയാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ അത് തെറ്റാണ്, തെറ്റിദ്ധാരണ വരുത്താനുള്ള ശ്രമമാണ് കഴിയും. സ്വാഭാവികമായും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ഹിന്ദു മത ആരാധനകൾക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയായിരിക്കും. രണ്ടാമത് സത്യത്തിൽ ഉണ്ടാവേണ്ടത് മുസ്ലിങ്ങൾക്കായിരുന്നു. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. ക്രിസ്ത്യൻ സഭകൾക്കും ആരാധനകൾക്ക് കീഴിലും രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമിയാണ് ഉണ്ടാവുക. 3-ാം സ്ഥാനത്ത് മാത്രമാണ് വഖഫ് പ്രോപ്പർട്ടികൾ വരിക. ഇനി ഇതിൽ തന്നെ പ്രത്യേകം രേഖപ്പെടുത്തേണ്ട ഒരു സംഗതി, സഭകളുടെ കീഴിലെ ഭൂമി എന്ന് പറഞ്ഞാൽ സഭകൾക്ക് ഓണർഷിപ്പ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ വിൽക്കാം, വിറ്റിട്ട് പുതിയ സ്ഥാപനം തുടങ്ങാം. മൊത്തം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ശാക്തീകരണത്തിന് വേണ്ടി ആ വഖഫ് സ്വത്തുക്കൾ എന്ത് ചെയ്യാനുള്ള അധികാരവും സഭക്കുണ്ട്. കാരണം സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. എന്നാൽ ഇത്രയധികം 8 ലക്ഷം, ഇപ്പം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 8 ലക്ഷം ഏക്കർ ഭൂമി, 6 ലക്ഷം, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 6 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ കീഴിലുണ്ടെന്നാണ് പറയുന്നത് ഇന്ത്യയിലുടനീളമായിട്ട്. 2017 സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പറയുന്നത് 8 ലക്ഷം ഏക്കർ ഭൂമി ഉണ്ട്. രണ്ടും ശരിയായിക്കോട്ടെ, നമുക്ക് 8 ലക്ഷം എടുക്കാം. 8 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ കീഴിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൽ 1 ഏക്കർ ഭൂമിക്ക് പോലും വഖഫ് ബോർഡിന് ഓണർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. അതിൽ നിന്നുള്ള വരുമാനം എടുക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനില്ല. അത് വിൽക്കുവാനുള്ള അവകാശം വഖഫ് ബോർഡിനില്ല. അത് കൈമാറ്റം ചെയ്യാനുള്ള അധികാരം വഖഫ് ബോർഡിനില്ല. പിന്നെ എന്താണ് ഗവൺമെന്റ് വഖഫ് ബോർഡിന് കൊടുത്തത്? മേൽനോട്ടം വഹിക്കുക. ഒരു വഖഫ് ചെയ്ത ഒരാള് എന്തിനാണോ ഈ സ്വത്ത് ദാനം ചെയ്തത് അത് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആ വഖഫ് സ്വത്തിന് എന്തെങ്കിലും തർക്കം വന്നാൽ ആ തർക്കം പരിഹരിക്കാൻ ഇടപെടുക. ഇത്രയേ ഉള്ളൂ വഖഫ് ബോർഡിന്റെ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ആർമിയേക്കാളും റെയിൽവേയേക്കാളും ഒക്കെ വലിയ സമ്പന്നനാണ് വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ അത് തന്നെ തെറ്റിദ്ധാരണയാണ്. അതിൽ 1 ഏക്കർ ഭൂമിയുടെ പോലും വഖഫ് ബോർഡിന് ഓണർഷിപ്പോ അധികാരമോ ഇല്ല. ഞാൻ ഇതിന്റെ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇത് സംഘപരിവാർ വഖഫ് എന്നുള്ള വാക്ക് തന്നെ എന്തൊരു ഭീകരമായ വാക്കും രാജ്യദ്രോഹവും രാജ്യത്തിന് ഭീഷണിയുള്ള ഒരു വാക്കുമാണ് എന്ന് എത്തിക്കാൻ വേണ്ടി, അതിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രചരണങ്ങളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ. അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുക. അതുപോലെ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ വഖഫ് സ്വത്തുകൾ ഉണ്ടാവില്ല. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഇത് നിലനിർത്തുവാനും കൊണ്ടു നടത്തുവാനും ഒക്കെ എന്തൊക്കെ നിയമങ്ങളാണ് കൊണ്ടുവന്നത് എന്നതിലേക്ക് ഒന്ന് സൂചിപ്പിക്കുന്നില്ല. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു നമുക്കറിയാമല്ലോ. 1957 1-ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത് മുസ്ലിം പോരാളികളായിരുന്നു. അന്നത്തെ മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ സഫർ അടക്കം അതിന്റെ മുമ്പിലുണ്ടായിരുന്നു. പല നവാബുമാരും ആ പോരാട്ടത്തിന്റെ മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1-ാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തിയപ്പോൾ മുസ്ലിം സമുദായത്തിലെ പ്രമുഖരായ ആളുകളോട് പ്രതികാര നടപടികൾ വ്യാപകമായിട്ട് ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിച്ചു.
ഒരുപാട് പേരെ തൂക്കിലേറ്റി, പലരെയും നാടുകടത്തി. അതിന്റെ പ്രതികാര നടപടികളൊന്നായിരുന്നു ഇങ്ങനെ സമരത്തിൽ പങ്കെടുത്തവരുടെ സ്വത്ത് ബ്രിട്ടീഷ് സർക്കാർ കണ്ടുകെട്ടി എന്നുള്ളത്. അങ്ങനെ വ്യാപകമായ സ്വത്ത് കണ്ടെത്തി. കൂട്ടത്തിൽ ഇന്നത്തെ ഡൽഹി ജുമാ മസ്ജിദിന്റെ അടക്കമുള്ള വഖഫ് സ്വത്തുക്കളായിരുന്നു. പല വഖഫ് സ്വത്തുക്കളും ബ്രിട്ടീഷുകാർ അവരുടെ രാജ്യത്തേക്ക് കണ്ടുകെട്ടി. അതൊരു വലിയ വിവാദമായി. മതപരമായ സ്വത്ത്, മതപരമായ വിശ്വാസത്തിൽ ബ്രിട്ടീഷുകാർ ഇടപെടുന്നു എന്നൊരു വിവാദമുണ്ടായ സന്ദർഭത്തിലാണ് വഖഫ് ഭൂമിയെക്കുറിച്ചും വഖഫ് പ്രോപ്പർട്ടികളെ കുറിച്ചും ബ്രിട്ടീഷുകാർ സവിശേഷമായി പഠിക്കുന്നത്. കാരണം അവർ ബോധപൂർവം അങ്ങനെ കൈയേറിയതായിരുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി വഖഫ് എന്ന് പറയുന്നത് ഒരു മതപരമായ പ്രോപ്പർട്ടികളാണ് എന്ന് മനസ്സിലായി. അപ്പൊ അവർ പിന്നെ പിടിച്ചെടുത്ത ഡൽഹി ജുമാ മസ്ജിദിന്റെ പ്രോപ്പർട്ടികളടക്കം വിട്ടുകൊടുത്തു. എന്നിട്ട് അന്ന് നിലവിലുണ്ടായിരുന്ന 1863 അന്ന് നിലവിലുണ്ടായിരുന്ന റിലീജിയസ് പ്രോപ്പർട്ടി ആക്ട് ഉണ്ട്. അതനുസരിച്ച് ഈ അന്നുണ്ടായിരുന്ന വഖഫ് സ്വത്തുകളൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവകാശം, ഒരു സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾക്ക് കൊടുത്തു. ഇതാണ് വഖഫുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. പക്ഷെ അത് മൊത്തത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒന്നായിരുന്നില്ല. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കൊക്കെ അവരുടെ ആരാധനകളുടെ പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം. അപ്പൊ മുസ്ലിങ്ങൾക്കും അതിന് അനുവാദം നൽകി, വഖഫ് സ്വത്തിന് കൂടി അതിന് അനുവാദം നൽകുന്നുള്ളൂ. പക്ഷെ ബ്രിട്ടീഷുകാർ കൂടുതൽ പഠിച്ചപ്പോൾ വഖഫ് എന്നത് മറ്റൊരു പ്രത്യേക സവിശേഷ നിയമം ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കിയപ്പോൾ 1913 മുസൽമാൻ വഖഫ് ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമം അവർ കൊണ്ടുവന്നു. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സെക്കുലർ വഖഫ് നിയമമെന്ന്, അല്ലെങ്കിൽ ഒരു ഇസ്ലാം മത വിശ്വാസത്തിന് പുറത്തുള്ള ഒരു വഖഫ് നിയമം എന്ന് പറയാം. ഈ നിയമത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക നിയമത്തിന് പുറത്ത് ഒരു ഭരണകൂടം വഖഫിന് ആധികാരികത നൽകി, വഖഫിനെ ഒരു നിയമമായിട്ട് അംഗീകരിച്ചു. അതായത് ഒരാൾക്ക് സ്വത്ത് വഖഫ് ചെയ്യാം, വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിൽക്കാനോ അതുപോലെ തന്നെ അത് അനന്തരം എടുക്കാനോ ദാനം ചെയ്യാനൊന്നും പാടില്ലാത്തൊരു സ്വത്താകുന്നു. എക്കാലത്തും വഖഫായി നിൽക്കേണ്ട, ഞാൻ പറഞ്ഞ വൺസ് എ വഖഫ് ഇസ് ഓൾവേസ് എ വഖഫ്, ഒരിക്കൽ വഖഫ് ചെയ്ത സ്വത്ത് കാലാകാലം വഖഫായിരിക്കും എന്ന് പറയുന്ന വഖഫിന്റെ അടിസ്ഥാന തത്വത്തെ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു. ഇസ്ലാമിന്റെ വഖഫ് നിയമത്തെ, വഖഫുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തെ തന്നെ ഈ നിയമം അംഗീകരിച്ചിട്ടുണ്ട്. അത് ബേസ്, അതിന്റെ ബേസിന് അംഗീകരിച്ചു. അപ്പുറം ഒരുപാട് പോരായ്മകളും പരിമിതികളും ഉണ്ടായിരുന്നു. കാരണം വഖഫിന്റെ പല സംഗതികളും അംഗീകരിച്ചിരുന്നില്ല. രണ്ട്, ബ്രിട്ടീഷ് ഭരണകൂടം തന്നെ ആ നിയമം നടപ്പാക്കുമ്പോൾ അത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അത് ബാധകമായിരുന്നില്ല. ഇപ്പൊ ബീഹാറിൽ ബാധകമായിരുന്നില്ല, മഹാരാഷ്ട്രയിൽ ബാധകമായിരുന്നില്ല, ബ്രിട്ടീഷുകാർ തന്നെ മദ്രാസിൽ ബാധകമായിരുന്നില്ല. അപ്പൊ അവിടെയൊക്കെ വീണ്ടും വീണ്ടും വേറെ വഖഫ് ആക്ട് വരുന്നുണ്ട്. ഇപ്പം ബീഹാർ വഖഫ് ആക്ട് എന്ന് പറഞ്ഞാൽ 1923 വേറെ നിയമം വരുന്നുണ്ട്, 33 വേറെ നിയമം വരുന്നുണ്ട്. ഇങ്ങനെ പലവിധ നിയമങ്ങളും ഭേദഗതികളും ബ്രിട്ടീഷ് കാലത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മുസ്ലിം പ്രമുഖരായും സമ്പന്നരുമായ ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി. അപ്പൊ സ്വാഭാവികമായും വഖഫ് സംരക്ഷിക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത്, വഖഫ് പ്രാദേശികമായിട്ട് മുത്തവല്ലി എന്നൊരു സങ്കല്പമുണ്ട്. വഖഫ് കൊടുത്ത ഒരു കുടുംബത്തിലാകുമോ അല്ലെങ്കിൽ വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്ന ആളോ, ഇങ്ങനെ പല മുത്തവല്ലികളും തന്നെ പാകിസ്ഥാനിലേക്ക് പോയി. അപ്പൊ ഇങ്ങനെ പിന്നെ മുത്തവല്ലികളില്ലാത്ത, സംരക്ഷിക്കാൻ ആളുകളില്ലാത്ത വഖഫുകൾ അന്യാധീനപ്പെടുകയോ കയ്യേറ്റം ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന പരാതികൾ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് ഉയർന്നു. ഈ സന്ദർഭത്തിൽ അന്നത്തെ മുസ്ലിം നേതാക്കന്മാർ അബുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ പോയി കാണുകയും വഖഫിന്റെ ഈ മതപരമായ പവിത്രത ബോധ്യപ്പെടുത്തുകയും അത് സംരക്ഷിക്കേണ്ട ആവശ്യകത പറയുകയൊക്കെ ചെയ്തു. ഉടനെ നെഹ്റു തന്നെ മുൻകൈയെടുത്ത് ഒരു ആക്ട്, ഒരു വഖഫ് ആക്ട് 1954 എന്ന് ചരിത്രത്തിൽ പ്രസിദ്ധമായ ഒരു ആക്ട് കൊണ്ടുവരും. ആ ആക്ട് അനുസരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന വഖഫ് ബോർഡുകൾ ഉണ്ടാകുന്നത്. സെൻട്രൽ വഖഫ് ബോർഡും സംസ്ഥാന വഖഫ് ബോർഡുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അന്യാധീനപ്പെടാതിരിക്കാൻ, കയ്യേറ്റം ചെയ്യപ്പെടാതിരിക്കാൻ, വഖഫ് സ്വത്തുക്കളൊക്കെ സംരക്ഷിക്കാനും അതിന് മേൽനോട്ടം കൊടുക്കാനുള്ള ഒരു ബോഡി ജവഹർലാൽ നെഹ്റു തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇതിനും ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പറഞ്ഞ പോലെ ആ നിയമവും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും ബാധകമായിരുന്നില്ല. ബീഹാറിന് ബാധകമായിരുന്നില്ല, മഹാരാഷ്ട്രക്ക് ബാധകമായിരുന്നില്ല, ഉത്തർപ്രദേശിന് ബാധകമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1964 പിന്നെ 83 ഇങ്ങനെ പല കാലങ്ങളിലായിട്ട് പിന്നീടും വഖഫ് ഭേദഗതികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ പല വഖഫ് ഭേദഗതികളുടെ ചരിത്രം നോക്കുമ്പോൾ 95 ഏകദേശം നമുക്ക് പറയാം സമ്പൂർണമായ മാറ്റങ്ങൾ അക്കാലത്തെ 1950 വഖഫ് നിയമത്തിൽ വന്നു. സമ്പൂർണ്ണ മാറ്റം ഉണ്ടാകുന്നത് 95 അത് നമ്മൾ 1905 വഖഫ് ആക്ട് എന്നാണ് പറയാം. അതാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ വഖഫ് ആക്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ സാധ്യമാവുന്ന ഒരുപാട് നിയമങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിലപ്പുറം ഈ വഖഫ് ആക്ടിന്റെ ഒരു ആത്മാവ്, മർമ്മം, കോർ എന്ന് പറയുന്നത് വഖഫ് സ്വത്തുക്കൾ അത് മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക മതാവകാശമായിട്ടും അവർക്ക് ഓട്ടോണമസ് ഒരു സ്വയം ഭരണാധികാരമുള്ള ഒരു സ്വത്തായിട്ടും ഭരണകൂടം അംഗീകരിക്കുകയും
അതിന് വേണ്ട ഒരു നിയമങ്ങളും വേദികളും ഒക്കെ ഉണ്ടാക്കി എന്നതാണ്. ഇപ്പം മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്ത് സംരക്ഷിക്കുകയും അതിൽ തർക്കം വന്നാൽ പരിഹരിക്കുകയും അതിന് അന്തിമ വിധി പറയുകയും ചെയ്യാം വഖഫ് ബോർഡ് ആയിരിക്കുമെന്ന് 95-ലെ വഖഫ് ആക്ട് പറയുന്നുണ്ട്. അതിൽ കോടതി ഇടപെടില്ല. എന്നാൽ ഒരു സിവിൽ കോടതിയുടെ പവർ തന്നെ ഈ വഖഫ് ബോർഡ് നൽകി. അതുപോലെ വഖഫ് ബോർഡിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. ഇപ്പൊ വഖഫ് ബോർഡിൽ പാർലമെന്റ് മെമ്പർ ഉണ്ടാവും, നിയമസഭ മെമ്പർ ഉണ്ടാവും, ഒരു ജഡ്ജി ഉണ്ടായിരിക്കും, ഒരു ഫസ്റ്റ് ക്ലാസ് ഓഫീസർ ഉണ്ടായിരിക്കും. പക്ഷെ ഇവരെല്ലാം മുസ്ലിം സമൂഹത്തിൽ നിന്നും ഉള്ളവരാവണം എന്ന നിയമം വന്നു. ഇനി വലിയ തർക്കങ്ങൾ മുന്നിൽ ഉണ്ടാവുകയാണെങ്കിൽ കോടതിയിലേക്ക് പോകരുത്, കോടതിക്ക് പുറത്ത് പരിഹരിക്കാൻ വേണ്ടി വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന മറ്റൊരു വേദി ഉണ്ടാക്കി. ഇതിലും ജഡ്ജിമാർ അടക്കമുള്ള ആളുകളുണ്ട്, മുസ്ലിം ജഡ്ജിമാർ അടക്കമുണ്ട്. അപ്പം ഈ വഖഫ് ട്രിബ്യൂണലാണ് അന്തിമ വിധി വഖഫ് വിഷയത്തിൽ പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതിയിലൊക്കെ പോകാമെന്നല്ലാതെ കോടതിയും വഖഫ് ട്രിബ്യൂണലിന്റെ വിധി അംഗീകരിക്കാൻ ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 95 വരെയുള്ള 2013 ഒരു ചെറിയ ഭേദഗതി അതിലുണ്ടായിട്ടുണ്ട്. ആ ഭേദഗതിയും വഖഫ് ബോർഡുകൾക്ക് കുറെ കൂടി അധികാരം നൽകുന്ന ഭേദഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സ്വതന്ത്രാനന്തര ഭരണകൂടം വഖഫ് നിയമങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സവിശേഷം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് സവിശേഷമായ അധികാരവും ഓട്ടോണമസ് സ്വയം ഭരണാധികാരവും വഖഫ് നിയമങ്ങളിലും വഖഫ് സ്വത്തിലും നൽകി എന്നുള്ളതാണ്. നിലവില് 1995-ലെ വഖഫ് നിയമം തന്നെയാണല്ലോ ഇപ്പൊ ആധികാരികമായിട്ടുള്ള നിയമമായിട്ടുള്ളത്. ഈ BJP സർക്കാർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2024 വഖഫ് ഭേദഗതി ബില്ല്, ആ ബില്ല് വരുന്നതോടുകൂടി എന്തായിരിക്കും, വരികയാണെങ്കിൽ എന്തെല്ലാം മുസ്ലിം സമുദായത്തിന് എന്തെല്ലാം അവകാശങ്ങളാണ് നഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ ഈ വഖഫ് സ്വത്തുകൾക്ക് എന്തെല്ലാം അപകടമാണ് വരാൻ പോകുന്നത് എന്നുകൂടി പറഞ്ഞാല്. ഇന്ത്യയില് ബ്രിട്ടീഷ് കാലം തൊട്ട് നിലവിൽ വന്ന വഖഫ് ആക്ടുകളുടെ ഒരു ആത്മാവ് മർമ്മം എന്ന് പറയുന്നത് വഖഫ് സ്വത്തുക്കള് അത് മുസ്ലിങ്ങളുടെ സ്വത്തുക്കളാണെന്ന് അംഗീകരിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ? കാരണം ഒരു മുസ്ലിം തന്റെ ദൈവവിശ്വാസ പ്രകാരം ദാനം ചെയ്യുന്ന ഒരു സ്വത്താണ് വഖഫ്. യഥാർത്ഥത്തിൽ അത് വഖഫായി ദാനം ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെ സ്വത്താണ്? അത് ആ മുസ്ലിങ്ങളുടെ സ്വത്ത് തന്നെയാണ്. അത് മുസ്ലിങ്ങളുടെ വ്യക്തികളുടെ സ്വത്ത് അവരൊന്ന് വഖഫ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയേ ഉള്ളൂ. ഇത് ഭരണകൂടം അംഗീകരിച്ചു, കാരണം മുസ്ലിങ്ങളുടെ സ്വത്താണല്ലോ. അത് മുസ്ലിങ്ങളുടെ സ്വത്താണെന്ന് അംഗീകരിച്ചുകൊണ്ട് അതിന്റെ മേൽനോട്ടം, അതിന്റെ സംരക്ഷണം, അതിൽ തർക്കമുണ്ടായാൽ അന്തിമ വിധി എടുക്കേണ്ട എല്ലാം അതിന്റെ ഏജൻസി, അതിന്റെ ഒരു അവകാശികളായിട്ട് മുസ്ലിങ്ങളെ തന്നെ നിർണയിച്ചു, നിയമിച്ചു എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിൽ അപൂർവമായ സംഭവമല്ല. ഇപ്പൊ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ വിധി പറയുക, ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുക, അത് ഹൈന്ദവർ തന്നെയാണ്. ദേവസ്വം ബോർഡിൽ മുസ്ലിം ആളുകൾ ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരാണ്. വിശ്വാസത്തിന്റെ ഭാഗമായ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പൊ വഖഫ് എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ച സ്ഥിതിക്ക് അതിന്റെ ഒരു ഓട്ടോണമസ്, ഒരു സ്വയംഭരണാധികാരം മുസ്ലിങ്ങൾക്ക് തന്നെ നൽകി എന്നുള്ളതാണ് 54 മുതൽ 95 2013-ലെ ഭേദഗതിയിലടക്കം ചെയ്തിട്ടുള്ളതാണ്. ഇത് എടുത്തു കളയുന്നു. ഇത് ഈ ഒരു അടിസ്ഥാന സ്വഭാവത്തെ, വഖഫിന്റെ ഈ അടിസ്ഥാന സ്വഭാവത്തെ തകർക്കുവാൻ BJP ശ്രമിക്കും എന്നുള്ളതാണ് വഖഫ് ഭേദഗതി ആക്ട് 2024-ന്റെ ഒരു ഗൂഢ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് മുസ്ലിങ്ങൾക്കുള്ള ഈ ഓട്ടോണമസ് എടുത്തു കളഞ്ഞ് വഖഫ് ആസ്തികളുടെ നിയന്ത്രണം സർക്കാരിലേക്ക് കൊണ്ടുവരുന്നു. വഖഫ് ബോർഡിന് ഉള്ള ഈ അധികാരം, പ്രത്യേക അവകാശങ്ങളെ അത് വഖഫ് ബോർഡിൽ നിന്ന് എടുത്തു കളഞ്ഞ് ജില്ലാ കളക്ടറിലേക്ക്, അതായത് ഭരണകൂടത്തിലേക്ക് കൈമാറുന്നു. അപ്പൊ ഇതാണ് ഇതിൽ നടക്കുന്നത്. അപ്പം മുസ്ലിങ്ങൾക്ക് സ്വയം നിർണയാധികാരമുള്ള, സ്വയം അവകാശമുള്ള വഖഫ് സ്വത്തിൽ നിന്ന് അധികാരം സർക്കാരിലേക്ക് മാറ്റുന്നു. വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്നു. ഇതാണ് ഈ വഖഫ് അമെന്റ്മെന്റ് ആക്ടിലുള്ള കാര്യങ്ങൾ. അപ്പം ഓരോന്നിടത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പാർലമെന്റ് അംഗമായാലും നിയമസഭാ അംഗമായാലും ജഡ്ജി ആയിപ്പോലും മുസ്ലിങ്ങളായിരിക്കും. ഇപ്പൊ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് 2 അമുസ്ലിങ്ങൾ നിർബന്ധമായും വഖഫ് ബോർഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ കലക്ടർ ഉണ്ടല്ലോ, കലക്ടർ ആയിരിക്കും തീരുമാനം എടുക്കുന്നതല്ല. അപ്പൊ കലക്ടർ മുസ്ലിം ആകണം? അല്ല, നേരത്തിൽ അത് പുതിയ നിയമത്തിലാണ്, പഴയ നിയമത്തില്ല. പുതിയ നിയമത്തിലാണ് കളക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോ പറഞ്ഞ പുതിയ നിയമത്തിലുള്ളൂ. അപ്പം അതുപോലെ തന്നെ നിയമസഭാ അംഗവും പാർലമെന്റ് അംഗവും പറഞ്ഞു ഇവർ രണ്ടുപേരും മുസ്ലിങ്ങൾ ആവണമെന്നില്ല എന്ന് കൊണ്ടുവന്നു. ഈ ഒരു ഇസ്ലാമിക പണ്ഡിതൻ നിർബന്ധമായിട്ടുണ്ടായിരുന്നു വഖഫ് ആക്ട് 1990 അനുസരിച്ച്. പുതിയ ഭേദഗതി അനുസരിച്ച് ഇസ്ലാമിക പണ്ഡിതൻ ആവശ്യമില്ലാതാക്കിയിരിക്കുന്നു. അതുപോലെ വഖഫ് ട്രിബ്യൂണലിൽ ഒരു കേസ് വന്നാൽ, വഖഫ് ബോർഡിൽ ഒരു കേസ് വന്നാൽ അത് വഖഫ് ബോർഡും വഖഫ് ട്രിബ്യൂണലും പഠിച്ചിട്ട് അതിലൊരു തീർപ്പ് കൽപ്പിച്ചാൽ അന്തിമ വിധിയായിരുന്നു. പിന്നെ കോടതി പോകാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെയ്യുന്നത് 90 ദിവസത്തിന് 90 ദിവസത്തിനകം ഏത് കോടതിയെയും സമീപിക്കാം. കോടതി എന്താണോ വിധി പറഞ്ഞത് അതായിരിക്കും
അന്തിമ വിധി. ഇനി ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു വലിയ ഒരു തർക്കങ്ങളിലൊന്ന് സർക്കാർ വഖഫ് ഭൂമി കൈയേറിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അതിലൊക്കെ വിഷയം പഠിച്ചിട്ട് അന്തിമമായ ഒരു വിധി പറഞ്ഞിരുന്ന വഖഫ് ബോർഡായിരുന്നു. ഇപ്പോൾ സർക്കാരും വഖഫ് ബോർഡും തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ അതിൽ അന്തിമ തീരുമാനമെടുക്കുക കളക്ടർ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് പല വഖഫ് ഭൂമികളും കളക്ടർ വഴി ഈ നിലവിലെ ഭരണകൂടത്തിന്റെ കീഴിലേക്ക് മാറ്റുവാനുള്ള ഒരു ശ്രമം കൂടി നമ്മൾ ഇതിനകത്ത് കാണണം. അപ്പം പലതരത്തില് വഖഫ് ആക്ട് 95 അനുസരിച്ചുണ്ടായിരുന്ന പല പ്രത്യേക അവകാശങ്ങളും സവിശേഷ അധികാരങ്ങളും വഖഫ് ബോർഡിൽ നിന്ന് മാറുകയും വഖഫ് ആസ്തികൾ ഭരണകൂടത്തിന്റെ ഭാഗമാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് വേണം ഈ അമെൻമെന്റ് ആക്ടിനെ കാണാൻ. അത് മുസ്ലിം സമുദായ സംഘടനകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് അവര് ഒറ്റക്കെട്ടായിട്ട് ഈ വഖഫ് ഭേദഗതിക്കെതിരെ സമരരംഗത്ത് ഇറങ്ങുന്നത്. ഇത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികളല്ലാത്ത മുഴുവൻ പ്രതിപക്ഷവും ഈ വഖഫ് ഭേദഗതി തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടു. പാർലമെന്റിൽ അവർ 44ഓളം ഭേദഗതികൾ കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും സംയുക്ത പാർലമെന്റ് സമിതി കമ്മിറ്റി പോലും അംഗീകരിച്ചാതെ ഏകപക്ഷീയമായി ഈ അമെൻമെന്റ് ആക്ട് നടപ്പാക്കാനുള്ള ശ്രമവുമായിട്ടാണ് ഇപ്പൊ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വഖഫ് നിയമത്തിൽ ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല. ഇന്ത്യയിലുള്ള ഒരുപാട് സവിശേഷ ആനുകൂല്യങ്ങളും നിയമങ്ങളും ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്കുണ്ട്, ഇവിടുത്തെ ബുദ്ധർക്കുണ്ട്, സിഖുകാർക്കുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഒരു ഫെഡറൽ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് സ്റ്റേറ്റുകൾക്ക് ഒരുപാട് അവകാശങ്ങൾക്കുണ്ട്. ഇതെല്ലാം ഈ സംഘപരിവാർ ഭരണകൂടം കവരുകയും തകർക്കുകയും ചെയ്യുന്നതിന്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഈ വഖഫ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ഈ ചെറിയൊരു ഭേദഗതി അല്ല 2024 വഖഫ് ഭേദഗതി ബില്ല് വരുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. 1995 വഖഫ് നിയമത്തിലെ സവിശേഷമായ എല്ലാ അവകാശങ്ങളും എടുത്തു കളഞ്ഞ രീതിയിലാണ് ആ ഭേദഗതി സമ്പൂർണ്ണമായിട്ട് അട്ടിമറിക്കണം. അതായത് യഥാർത്ഥത്തിൽ ഈ വഖഫ് സ്വത്തുക്കള് ഇന്ത്യയിലെ മുസ്ലിം സമൂഹങ്ങളോ മുസ്ലിം സംഘടനകളോ കൂട്ടായ്മകളോ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നില്ല. ശരിക്കും അതിലെ വരുമാനവും ആ പ്രോപ്പർട്ടിക്ക് ഉപയോഗപ്പെടുത്തുമായിരുന്നെങ്കിൽ ഇന്ത്യൻ മുസ്ലിം ശാക്തീകരണത്തിന്റെ വ്യത്യസ്ത പദ്ധതികൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയുമായിരുന്നു. അത് അവർക്ക് ഇപ്പോഴുള്ള വഖഫ് ഭൂമികൾ അധികം വെറുതെ കിടക്കുക, വരുമാനമല്ല. അപ്പൊ അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല. ഒന്ന് രണ്ട്, പല വഖഫ് പ്രോപ്പർട്ടികളും ഗവൺമെന്റ് തന്നെ, സംസ്ഥാന ഗവൺമെന്റ് ഭരണകൂടങ്ങൾ തന്നെ കൈയേറിയതായ ഒരുപാട് തർക്കങ്ങൾ കോടതിയിൽ കടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇതെങ്ങാനും മുസ്ലിം ശാക്തീകരണത്തിന് ഉപകാരപ്പെട്ടാലോ എന്നൊരു പേടിയും ഭയവും കൊണ്ടുകൂടിയാണ് സംഘപരിവാർ ശക്തികള് നിലവിൽ മുസ്ലിങ്ങൾക്ക് ഓട്ടോണമസ് അധികാരമുള്ള ഈ വഖഫ് നിയമത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു. നമ്മളിപ്പോ ഈ പറഞ്ഞതിലൊക്കെ എല്ലാ വഖഫ് നിയമങ്ങളിലും മുസ്ലിങ്ങൾക്ക് ഒരു സ്വയംഭരണാധികാരം ഉണ്ടല്ലോ. ആ സ്വയംഭരണാധികാരമാണല്ലോ ഇപ്പോൾ ഇല്ലാതാകുന്നത്. അതിന്റെ യഥാർത്ഥ മർമ്മം അതായിരുന്നല്ലോ വഖഫ് നിയമങ്ങളുടെയൊക്കെ. അപ്പോൾ ഇപ്പോൾ സംഘപരിവാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ മുൻകാല സർക്കാരുകൾ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന സ്വയംഭരണാധികാരങ്ങൾ അവർക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് ആ ഒരു സ്വയംഭരണാധികാരം മാത്രം, സർക്കാരുകൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ആ സ്വയംഭരണാധികാരം മാത്രമാണ് ഈ 2024 ഭേദഗതി ബില്ലിലൂടെ ഇല്ലാതാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അതെ, ഇന്ത്യ എന്നൊരു രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു ആശയം രൂപപ്പെട്ടൊരു ചരിത്ര സന്ദർഭമുണ്ട്. ആ ചരിത്ര സന്ദർഭത്തെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള വർത്തമാനങ്ങളാണ് ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഇല്ല. ഇന്ത്യയിൽ ഒട്ടേറെ നാട്ടുരാജ്യങ്ങളുണ്ടെന്ന്. ഒരു സുൽത്താൻമാർ ഭരിക്കുന്നുണ്ട്, ഹിന്ദു രാജാക്കന്മാർ ഭരിക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ഭാഷകളും സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരു ഇന്ത്യ, ഒരു ഏകീകരിച്ച ഇന്ത്യ എന്ന ഒരു രാജ്യം വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ ലയിക്കുവാനോ അതിൻ്റെ ഭാഗമാകാനോ സമ്മതിച്ചിരുന്നില്ല. കാരണം അവർക്ക് പലതരം ആശങ്കകൾ ഉണ്ടായിരുന്നു, സ്വാഭാവികമായ ആശങ്കകളാണ്. കാരണം ഒരു വലിയ ഹിന്ദു സമൂഹമുള്ള, വലിയൊരു ഹിന്ദി ഭാഷ സംസാരിക്കുന്ന അതിലേക്ക് ഇന്ത്യ എന്ന രാജ്യം ഉണ്ടാവുമ്പോൾ ഞങ്ങളുടെ ഭാഷ ഇല്ലാതാവുമോ, ഞങ്ങളുടെ വിശ്വാസം ഇല്ലാതാവുമോ, ഞങ്ങളുടെ സംസ്കാരം ഇല്ലാതാവുമോ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല നിയമങ്ങളും അതുവഴി റദ്ദ് ചെയ്യപ്പെടുമോ എന്ന പലതരം ആശങ്കകൾ ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അതിനേക്കാൾ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഈ ഭൂരിപക്ഷ സമുദായം ഭാവിയിൽ ഞങ്ങളങ്ങ് വിഴുങ്ങിക്കളയുമോ, ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും അടിച്ചമർത്തപ്പെടുമോ എന്നൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു. ഇതെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അതുപോലെ തന്നെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ശില്പികളുടെയും മുമ്പിലെത്തുന്നുണ്ട്. അവർ ഈ ആശങ്കകളെല്ലാം വളരെ പോസിറ്റീവായാണ് സ്വീകരിച്ചത്. ഇതെല്ലാം അവർ അംഗീകരിച്ചിട്ട് ഈ ആശങ്കകൾ ഒന്നും ഇല്ലാതിരിക്കുന്ന തരത്തിൽ ഒരു ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന
നാനാത്വ ഏകത്വം എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ഇന്ത്യ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ പുതിയ ഇന്ത്യയുടെ ഭാഗമായിട്ട് ആദ്യം അംഗീകരിക്കപ്പെടുന്നത് ദുർബലരായ ഇങ്ങനത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക്, റിലീജിയസ് ന്യൂനപക്ഷങ്ങൾക്ക്, അതൊക്കെ ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സവിശേഷ അധികാരങ്ങളും ആനുകൂല്യങ്ങൾ നൽകിയാണ്. ഈ ആനുകൂല്യങ്ങളും സവിശേഷ അധികാരങ്ങളും കൂടി ചേർന്നാണ് ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെട്ടത്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, അത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ ബുദ്ധരുണ്ട്, സിഖ് മതക്കാരുണ്ട്. ഇവർക്കെല്ലാം അവരുടെ മതം വിശ്വസിക്കാനും മത ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടാക്കാനും മതപ്രചാരണങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകി. നമുക്ക് വേണമെങ്കിൽ ഇത് ന്യൂനപക്ഷ പ്രകടനമാണെന്ന് പറയാം. ഇനി ഇത് മത റിലീജിയസ് മൈനോറിറ്റിക്ക് മാത്രമല്ല, ഭാഷ ന്യൂനപക്ഷങ്ങളുണ്ട് ഇന്ത്യയിൽ. ഭാഷാ ന്യൂനപക്ഷം ഒരു സ്റ്റേറ്റില് അതിന്റെ ഔദ്യോഗിക ഭാഷ സംസാരിക്കാതെ ആളുകളുണ്ടാവും, അവരാണ് ഭാഷാ ന്യൂനപക്ഷം എന്ന് പറയുക. അപ്പൊ കേരളത്തില് തുളു, തമിഴൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇവർക്ക് ഭരണഘടന പോലെ അവകാശങ്ങൾ നൽകുന്നുണ്ട്. അത് കേരളത്തിൽ ഇപ്പം സംസ്ഥാന സർക്കാർ ഇതിന്റെ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾക്ക് മലയാളത്തിൽ പുസ്തകം അച്ചടിച്ച് നൽകുമ്പോൾ ആ പുസ്തകങ്ങളൊക്കെ തുളു ഭാഷയിലും തമിഴ് ഭാഷയിലും ഇവർക്ക് അച്ചടിച്ച് നൽകണം. അവർക്ക് തുളു ഭാഷയിലും തമിഴ് ഭാഷയിലുമുള്ള സ്കൂളുകൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനത്തെ അധ്യാപകർ നിശ്ചയിക്കണം. ഇത് ഭരണകൂടത്തിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട അവകാശമാണ്. ഇത് ഭരണകൂടം അവർക്ക് നൽകിയതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു അവരോട് നടത്തുന്ന പ്രീണനമാണെന്ന് പറയാം. ഇത് അങ്ങനെ. ഇനി പട്ടികജാതി പട്ടികവർഗക്കാർ ചരിത്രപരമായി പല അർത്ഥത്തിലും അടിച്ചമർത്തപ്പെട്ട ആളുകളായിരുന്നവരെ അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗം, അധികാരത്തിന്റെ ഭാഗമാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിയമസഭയിലും ലോകസഭയിലും ഒക്കെ അവർക്ക് സംവരണം നൽകി. ശരിക്കും അവരോട് മുഴുവൻ ഇന്ത്യക്കാരെ പോലും മത്സരിച്ച് ജയിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതിയോ? ഇതെന്തോ പ്രീണനമാണല്ലോ, പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാരുടെ പ്രീണനമാണെന്ന് നമുക്ക് പറയാം. അതല്ല, ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ട ചരിത്രം അറിയുന്നവർക്ക് ഇതിനൊന്നും പ്രീണനം എന്ന് പറയാൻ പറ്റില്ല. ഇനി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു, ഈ ഓട്ടോണമസ് ആണ് വലിയ പ്രശ്നം. പലതരം ഓട്ടോണമസ് അധികാരങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നാഗാലാൻഡ്, ഇന്ത്യയിൽ മൊത്തമായി ഒരു ലാൻഡ് നിയമമുണ്ട്. ഇന്ത്യയിലെ ഒരു ദേശീയ ഭൂനിയമങ്ങളൊന്നും നാഗാലാൻഡിന് ബാധകമല്ല. നാഗാലാൻഡിൽ അവിടെയുള്ള ഒരു ഭൂനിയമമുണ്ട്. നാഗാലാൻഡിന് പുറത്തുള്ള ഒരാൾക്കും അവിടെ ചെന്നിട്ട് ഭൂമി വിലക്ക് വാങ്ങാൻ കഴിയില്ല. നാഗാലാൻഡിന്റെ പ്രത്യേക നിയമങ്ങളുണ്ട്. ഇതേപോലെ നമുക്ക് മിസോറാം, അസം, മണിപ്പൂർ, ഇങ്ങനെ കൂടെ കുറച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം വേറെയും കുറെ നിയമങ്ങൾ. അപ്പൊ ADS എന്ന് പറയുന്ന നിയമമുണ്ട്. അതായത് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ്. ഈ നാഗാലാൻഡിലൊക്കെ ചില ഡിസ്ട്രിക്റ്റുകൾ ഓട്ടോണമസ്, അവർക്ക് സ്വയം ഭരണാധികാരമുണ്ട്. അവർക്ക് ആ സംസ്ഥാനത്തെ നിയമം പോലും ബാധകമല്ല. കേന്ദ്ര നിയമം ബാധകമല്ല, അതുപോലെ സംസ്ഥാന നിയമം പോലും ബാധകമല്ല. അതുപോലെ അവരുടെ മതവും അവരുടെ വിശ്വാസവും അവരുടെ ആചാരങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് അവർക്ക് ഈ ഓട്ടോണമസ് നിയമങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് ഭൂമി വാങ്ങാൻ പറ്റില്ല എന്നല്ല, ചിലയിടത്തേക്ക് ILP, പിന്നെ ഇന്നർ പെർമിറ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ അവരുടെ പെർമിറ്റ് വേണം. പല സ്റ്റേറ്റുകൾക്കും മിസോറാമിലേക്കൊക്കെ പ്രവേശിക്കണമെങ്കിൽ ഇവിടുന്ന് അവർ പ്രത്യേകം പെർമിഷൻ എടുത്തിട്ടേ അങ്ങോട്ട് പോകാനുള്ള അധികാരം പോലുള്ളൂ. അപ്പൊ ഇങ്ങനെ പലതരം ഓട്ടോണമസുകളും സവിശേഷ അധികാരങ്ങളും ഒക്കെ നൽകി നാട്ടുരാജാക്കന്മാർ രാജ്യങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ തിരുവിതാംകൂറിനെ കാണുന്നുണ്ട്. കേരളത്തിൽ തിരുവിതാംകൂർ ഒരിക്കലും ഇന്ത്യയിൽ ലയിക്കാൻ തയ്യാറായിരുന്നില്ല. അവർക്ക് പല സവിശേഷ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടാണ് അവർ ലയിച്ചത്. ഇങ്ങനെ പല നാട്ടുരാജ്യങ്ങൾക്ക്, പല വിഭാഗങ്ങൾക്ക്, പല മതസ്ഥർക്കൊക്കെ ഇതെല്ലാം ഭരണഘടന ഇപ്പോഴും, ഇതൊക്കെ ഭരണഘടന ആർട്ടിക്കിളായി ഇപ്പോഴും നിലനിൽക്കുന്ന ഓട്ടോണമസ് അധികാരങ്ങളും സവിശേഷ അധികാരങ്ങളും. ഇതിനെയൊന്നും നമ്മൾ എന്ത് പറയുന്നില്ല, അവരുടെ പ്രീണനം എന്ന് പറയുന്നില്ല. ഈ സവിശേഷ അധികാരങ്ങളുടെ ഭാഗമായി ചരിത്രപരമായി രൂപം കൊണ്ട ഒന്നാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസങ്ങളും അവരുടെ മതസ്ഥാപനങ്ങളും സ്വന്തക്ക് നടത്തുവാനും സംരക്ഷിക്കുവാനും കൊണ്ടുപോകാനും അധികാരം നൽകുന്നത്. അപ്പൊ വഖഫ് എന്ന് പറയുന്നത്, വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് ഒരു മുസ്ലിം സ്ഥാപനത്തിന്റെ ഭാഗമായി, ഒരു മുസ്ലിം വിശ്വാസത്തിന്റെ ഭാഗമായി, ഈ ആർട്ടിക്കിളുകൾക്ക് ഭാഗമായി അങ്ങനെയാണ് മുൻകഴിഞ്ഞ ഭരണകൂടങ്ങളെല്ലാം കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് സവിശേഷ അധികാരങ്ങൾ ഉണ്ടായത്. അതൊരിക്കലും മുസ്ലിം പ്രീണനമല്ല. അങ്ങനെ പ്രീണനമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം നമ്മൾ പ്രീണനത്തിന്റെ വകുപ്പിൽ ഉൾപ്പെടുത്തേണ്ടി. രാജാക്കന്മാർ അവരുടെ രാജകുടുംബത്തിനൊക്കെ ഇപ്പോഴും അതിന്റെ ആനുകൂല്യങ്ങൾ, അന്നത്തെ ഭരണകാലത്തുണ്ടായ ആനുകൂല്യങ്ങൾ ഇപ്പോഴും കിട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണല്ലോ. അപ്പൊ ഇത് മാത്രമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് ഒരു മുസ്ലിം അവന്റെ സ്വത്തിൽ നിന്ന് എടുത്തു കൊടുത്ത ഒരു ഭൂമിയാണല്ലോ, അല്ലെങ്കിൽ ഒരു വസ്തുവാണല്ലോ. അതിനുള്ള സ്വയം ഭരണാവകാശമാണ് ഈ ഗവൺമെന്റ് കൊടുക്കുന്നത്. അല്ലാതെ ഗവൺമെന്റ് കൊടുത്ത ഒരു
ഭൂമിയിൽ നിന്നുള്ളതല്ലല്ലോ. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ വഖഫ് ഭേദഗതി ബില്ല് എന്നൊക്കെ പറയുന്ന ഈ 2024 ബില്ല് എന്നൊക്കെ പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽ മാത്രം നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിർത്തിവെക്കുന്ന അതോടുകൂടി അവസാനിപ്പിക്കുന്ന സംഘപരിവാറിന്റെ ഒരു ലക്ഷ്യമല്ല എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞു വന്നത്. കാരണം നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ കൊടുത്തിട്ടുള്ള അവകാശങ്ങളൊക്കെ പടിപടിയായി ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സവിശേഷ സാഹചര്യത്തിൽ രൂപപ്പെട്ട ഒന്നായിരുന്നു കാശ്മീർ ഉണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങൾ, അത് എടുത്തു കളഞ്ഞു. പക്ഷെ അതേ അവകാശങ്ങൾ നാഗാലാൻഡും മിസോറാം അരുണാചൽ പ്രദേശും ഇവിടെ ഉണ്ട്. അതൊക്കെ ഏത് കാലത്തും എടുത്തു കളയാം. ഇപ്പോൾ അവർക്ക് ഈ എടുത്തു കളയെന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഭാവിയിൽ അത് എടുത്തു കളയാം. അതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം പ്രശ്നം മാത്രമല്ല, ഇത് സംഘപരിവാർ സ്വപ്നം കാണുന്ന ഒരു രാജ്യം, അവിടെ ആശയങ്ങൾ മാത്രമുള്ള, ആ ആശയങ്ങൾ വിശ്വസിക്കുന്നവർ മാത്രമുള്ളവർക്ക് പ്രവേശനമുള്ള ഒരു രാജ്യം. ആ രാജ്യത്തിലേക്കുള്ള അവരുടെ നടത്തം അല്ലെങ്കിൽ അവരുടെ യാത്രയിലെ ഒരു പ്രവർത്തനം മാത്രമാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ അതിൽ നിന്ന് എടുത്തു കളയുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഖഫ് ഭേദഗതി ബില്ല് ഇത് മുസ്ലിങ്ങളിൽ നിന്ന് തുടങ്ങി മുസ്ലിങ്ങളിൽ അവസാനിക്കാൻ പോകുന്ന ഒന്നല്ല. അത് മറ്റുള്ള നേരത്തെ പറഞ്ഞ എല്ലാ അവകാശങ്ങളെയും തട്ടിമാറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ വഖഫ് ഭേദഗതി ബില്ല് വരുന്നതിനെ പ്രതിഷേധിക്കാൻ മുസ്ലിങ്ങൾ മാത്രമല്ല, നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള, നന്മയെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ ഇന്ത്യയുടെ ആശയം, ഇന്ത്യയുടെ ബഹുസ്വരത ഒക്കെ കാത്ത് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നിട്ട് പ്രതിരോധിക്കേണ്ട അല്ലെങ്കിൽ പ്രതിഷേധിക്കേണ്ട ഒന്നാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള ഈ പ്രതിഷേധത്തിൽ എല്ലാവരും അണിചേരണമെന്നുള്ള. കാരണം അവിടെയൊക്കെ അവകാശങ്ങളിലേക്കാണ് ഇത് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.